കുട്ടികളാരും വാക്സിൻ എടുക്കാൻ പാടില്ല എന്നുള്ള ഫത്വ പരിഷ്കൃത സമൂഹമായിട്ടുള്ള കേരളത്തിൽ നടക്കുന്നു. മുസ്ലിം ലീഗ് അതിനെ ചോദ്യം ചെയ്തിട്ടുണ്ട്. ഇതുവരെ ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ ശതമാനം വാക്സിനേഷൻ രേഖപ്പെടുത്തിയിരിക്കുന്ന ജില്ലയായിട്ട് കേരളത്തിലെ ഒരു ജില്ല മലപ്പുറം. എന്റെ പൊന്ന് സുരേന്ദ്ര, തനിക്ക് ഈ പത്രസമ്മേളനം നടത്തുന്ന ഒരു മുറി കയറിയെന്ന് ഈ ഡയലോഗ് അടിക്കാൻ തന്നെ കൊണ്ട് പറ്റത്തുള്ളൂ. തനിക്ക് ധൈര്യം ഉണ്ടെങ്കിൽ താൻ വഴിയിലോട്ട് ഇറങ്ങിയിട്ടൊന്ന് പറഞ്ഞേ, നാട്ടുകാരൊന്ന് ചെപ്പയടിച്ച് പൊട്ടിക്കും. തന്റെ ഈ പ്രധാനമന്ത്രി വന്ന് പറഞ്ഞിട്ടുള്ള നിർബന്ധിച്ച ആൾക്കാരെ കൊണ്ട് വാക്സിൻ എടുപ്പിച്ചിട്ട് ആ വാക്സിൻ എടുത്ത ആളുകളെല്ലാം ഇപ്പൊ തട്ടിപ്പൊക്കൊണ്ടിരിക്കുകയാണ്. ഓരോന്നോരോന്നായിട്ട് എല്ലാത്തിനും അറ്റാക്ക് വന്ന് മരിച്ചുകൊണ്ടിരിക്കുക. 35-40 വയസ്സുള്ള ആളുകൾ ആണ് ഏറ്റവും കൂടുതൽ മരിച്ചു പോകുന്നത്. അത് മുഴുവനും ഹൃദയാഘാതം വന്നിട്ടാണ് മരിക്കുന്നത്. ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി മരിക്കുകയാണ്. ഒരു കുഴപ്പമില്ലായിരുന്ന ആളുകൾ ചുമ്മാ ഇരിക്കുന്ന അങ്ങ് മരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ആ വാക്സിൻ എടുത്തുകൊണ്ട് മാത്രം ഈ പ്രശ്നം വന്നത്. ഇത് വലിയൊരു വിഷയമായി മാധ്യമങ്ങളടക്കം ഉയർത്തി കഴിഞ്ഞപ്പോഴത്തേന് ആ വാക്സിന്റെ ആ ഒരു സർട്ടിഫിക്കറ്റിൽ നിന്ന് നിങ്ങളുടെ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ മാറ്റിയില്ലേ? കേന്ദ്രം നിർബന്ധിച്ച് വാക്സിൻ എടുത്തതല്ലെന്ന് പറഞ്ഞില്ലേ നിങ്ങളുടെ കേന്ദ്രം? എന്ത് സെക്യൂരിറ്റിയാണ് ഈ ആളുകൾക്ക് കൊടുക്കുന്നത്? ഈ വാക്സിൻ എടുപ്പിച്ചത് ആളുകളെ കൊല്ലാൻ വേണ്ടിയല്ലായിരുന്നു. എന്നിട്ട് ഇജാതി വർത്താനം മേലി ഇറങ്ങി പറയരുത്. വഴിയിലോട്ട് ഇറങ്ങി പറഞ്ഞാൽ നാട്ടുകാർ ചിലപ്പോൾ ദേഹത്ത് കൈവച്ചെന്നിരിക്കും.